അപ്പൊ നമ്മൾ സിംപ്ലിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് റേഷണൽ നമ്പേഴ്സ് ആണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. റേഷണൽ നമ്പേഴ്സിലും നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റേഷണൽ നമ്പർ എന്താന്നുള്ളത് ഡിസ്കസ് ചെയ്തു, പിന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഡിസ്കസ് ചെയ്തു, അതിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഡിസ്കസ് ചെയ്തു അല്ലെ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെയായിരുന്നു? മുകളിലുള്ള ന്യൂമറേറ്ററുകൾ അംശങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഡിവിഷൻ ആണെങ്കിൽ എന്താ വ്യത്യാസം? ഡിവിഷൻ ആണെങ്കിൽ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കണം. എങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ പഠിച്ചത്? ഡിവിഷന്റെ സൈൻ മാറിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? റെസിപ്രോക്കൽ എടുക്കണം അല്ലെ. റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിപരീതം എടുക്കണം. വിപരീതം ആയിട്ടുള്ള, അതായത് അംശവും ഛേദവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക എന്ന് പറയുന്നത്. നോക്കി നോക്കിയേ, ഈ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? 5/6 divided by 2/3. അപ്പൊ ഈ ഡിവിഷനെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനെ കൊണ്ടുവരണമെങ്കിൽ ഈ 2/3 എന്നുള്ളതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. 2/3 എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ്? 3/2 അല്ലെ. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അംശവും ഛേദവും തമ്മിൽ മാറ്റുന്ന പരിപാടിയാണ് ഈ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ എടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ വിപരീത ഭിന്നം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യുക, അതാണ് റെസിപ്രോക്കൽ. അപ്പൊ നമുക്ക് ഈ ഡിവിഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ, പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാണ്. അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതണം? 5/6 മൾട്ടിപ്ലൈഡ് ബൈ 3/2 എന്നാകൂത്. മനസ്സിലായോ? ഡിവിഷനെ മാറ്റി അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കണമെങ്കിൽ ഈ അംശവും ഛേദവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാം. ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 15, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 12. അപ്പൊ അതാണ് ഉത്തരം. ഓക്കെ. അപ്പൊ 15/12 എന്നുള്ളതിൽ കോമൺ ആയിട്ട് വരുന്ന ആളാരാ? 3. 15ൽ എത്ര 3 ഉണ്ട്? 5 തവണ 3 വരുന്നുണ്ട്. 12ൽ എത്ര തവണ 3 വരുന്നുണ്ട്? 4. അപ്പൊ 5/4 എന്ന് പറയുന്നത് ഇതാണ് ഉത്തരം. നമ്മുടെ ബി ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ വർക്ക്ഷീറ്റ് ഓൾറെഡി ആഡ് ചെയ്ത് തന്നിരുന്നതാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യവുമാണ്. അപ്പൊ ഞാൻ ഇനി അത് വീണ്ടും പറയുന്നില്ല. അപ്പോ കുറച്ച് പേര് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്, ബട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോ ഇനി കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? വീഡിയോ കാണണം. എന്താ നമ്മൾ ചെയ്യുന്നത്? ഡിവിഷൻ, രണ്ട് റേഷണൽ നമ്പറുകൾ തമ്മിലുള്ള ഡിവിഷൻ വന്നാൽ നമ്മൾ അതിനെ ഡിവിഷൻ എന്ന് പറയുന്ന സൈനിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റെസിപ്രോക്കൽ എടുക്കുക. ഏതിന്റെ? ഡിവൈസറിന്റെ. ഈ ആദ്യം കിടക്കുന്ന സംഖ്യയുടെ അല്ല കേട്ടോ. നമ്മളിപ്പോ 5/6 2/3 കൊണ്ട് ആണ് ഡിവൈഡ് ചെയ്യണേ. അപ്പൊ ഡിവൈസറിനെ ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ അതിനെ ഹരിക്കുന്നത് അതിന്റെയാണ് മാറ്റേണ്ടത്. 5/6 അല്ല, ഇവിടെ കിടക്കുന്ന ഈ സംഖ്യയുടെയാണ് നമ്മൾ അംശവും ഛേദവും തമ്മിൽ ഫ്ലിപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് എന്തായി മാറും? 5/6 മൾട്ടിപ്ലൈഡ് ബൈ 3/2 എന്നായിട്ട് മാറും. ഇതിന്റെ അല്ല ചെയ്യേണ്ടത്, ഇതിന്റെയാണ് മാറ്റേണ്ടത്. ഫസ്റ്റത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കാര്യം പറഞ്ഞിരുന്നത്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് LCM എടുക്കലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അല്ലെ? സാഗു ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അല്ലേ? ഇതെന്താ ആരും ഒന്നും പറയാത്തെ? ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇവിടം തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പൊ ഞാനിനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് സമയമില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലത്തെ കാര്യങ്ങൾ വീണ്ടും പറയാനായിട്ട് നമുക്ക് സമയമില്ല. എത്ര പേര് വീഡിയോ കണ്ടു? ഈ മാത്സിന്റെ വീഡിയോ കണ്ടിട്ട് വന്ന എത്ര പേരുണ്ട്? കണ്ടിട്ട് വന്ന എത്ര പേരുണ്ട്? ആരും കാണാണ്ടാണോ വന്നേക്കണേ? കാണാണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. നമുക്കിത് അത്യാവശ്യം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. LCM എടുക്കാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കാണാണ്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടില്ല എന്നുള്ളവരെന്താ കാണാഞ്ഞത്?
എന്തുകൊണ്ടാ കാണാഞ്ഞേ? വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? വീഡിയോയുടെ ലിങ്കും ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, പിന്നെ നോട്ട്സും ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഇല്ലേ? എന്തുകൊണ്ടാ കാണാതിരുന്നത്? ലിങ്ക് കിട്ടിയില്ലാന്നോ? ഗ്രൂപ്പിൽ നോക്കി നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പോയി സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ലിങ്ക് കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ല, നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ. നിങ്ങൾക്കാണ് എന്ത് വേണ്ടത്? ഇത് വേഗം പഠിച്ചെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ കണ്ടിന്യൂഷൻ ഇല്ലാതെ നമ്മൾ ഈ ക്ലാസ്സിൽ വന്നാൽ എങ്ങനെയാ അത് നമുക്ക് പഠിക്കാൻ പറ്റുക? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിന് മുന്നേ നിങ്ങൾ കണ്ട് ഇതാക്കണം. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എങ്ങാനും ഇനി അത് കണ്ടില്ല, ഇടയിൽ മിസ്സായി പോയി, നിങ്ങൾ അത് കഴിഞ്ഞിട്ടാ ജോയിൻ ചെയ്തത് എന്നുള്ളതിനൊക്കെ ആണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ചാനൽ ഉണ്ടല്ലോ, ചാനൽ നമ്മൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, അതിൽ കയറിയിട്ട് നോക്കുക. അപ്പോൾ ഓരോരോ വീഡിയോസ് പുതിയത് വരുന്നത് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ അറ്റൻഡ് ചെയ്ത ക്ലാസ് ആണെങ്കിൽ പോലും ഒന്നും കൂടി ഇരുന്ന് കാണുക, ഡൗട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇവിടം തൊട്ടാണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അഡിറ്റീവ് ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? നമ്മളിത് അഡിറ്റീവ് ഇൻവേഴ്സ് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. Additive inverse of a rational number is the same number with its sign changed. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരു റാഷണൽ നമ്പറിന്റെ കൂടെ വേറൊരു റാഷണൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ ആഡ് ചെയ്ത റാഷണൽ നമ്പർ ആണ് നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. മനസ്സിലായോ? അതായത് ഒരു റാഷണൽ നമ്പറിന്റെ കൂടെ വേറൊരു റാഷണൽ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആ ആഡ് ചെയ്ത റാഷണൽ നമ്പർ ആണ് നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ നിങ്ങള്, 2/3 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറിനെ 0 ആക്കണമെങ്കിൽ അതിന്റെ കൂടെ എന്തിനെ ആഡ് ചെയ്യണം? അതേ നമ്പറിന്റെ തന്നെ നെഗറ്റീവിനെ ആഡ് ചെയ്യണം. നമുക്ക് വേറെ വഴിയൊന്നുമില്ല അല്ലെ? 0 + 0 ചെയ്താൽ അത് 0 ആവുമോ? ഉത്തരം 0 കിട്ടണം. അതായത് 2/3ന്റെ കൂടെ ഏത് സംഖ്യ ആഡ് ചെയ്താലാണോ നമുക്ക് 0 എന്ന് ഉത്തരം കിട്ടുന്നത്, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, മലയാളം ഞാൻ എടുത്തിട്ട് ഇടാട്ടോ. മലയാളം ചില ഫോണ്ടുകൾ ഇതിൽ ആവുന്നില്ല, ഇത് തൊട്ടുള്ള മലയാളം വന്നിട്ടുണ്ട്. ഇത് തൊട്ട് എല്ലാ മലയാളവും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ, ഒരു നമ്പറിന്റെ റാഷണൽ നമ്പറിന്റെ കൂടെ നമ്മൾ ഏത് സംഖ്യ ആഡ് ചെയ്താലാണോ നമുക്കത് 0 കിട്ടുന്നത്, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഭിന്നം, ഭിന്നകങ്ങൾ, ഭിന്നസംഖ്യേനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോ റാഷണൽ നമ്പറിന്റെ ഒരു ഐഡിയ പോലും വരാത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല. വീഡിയോ കാണാണ്ട് വന്നാൽ ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ തോന്നും ഇപ്പൊ. കാരണം നമ്മളിവിടെ ഓൾറെഡി ഉള്ള ആൾക്കാര് റാഷണൽ നമ്പർ എന്താന്ന് പഠിച്ചു, റാഷണൽ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാന്ന് പഠിച്ചു, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാന്ന് പഠിച്ചു, മൾട്ടിപ്ലൈ ചെയ്യാന്ന് പഠിച്ചു, ഡിവൈഡ് ചെയ്യാന്ന് പഠിച്ചു. ഇതൊക്കെ പഠിച്ച ആൾക്കാരാണ് ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കുന്നത്. നമുക്ക് ഇന്ന് ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല. അപ്പൊ ഈ വീഡിയോയും ഇതിന്റെ മുന്നത്തെ വീഡിയോയും നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു റാഷണൽ നമ്പർ, ഒരു ഭിന്ന സംഖ്യയുടെ കൂടെ വേറൊരു സംഖ്യ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന ഉത്തരം കിട്ടണം. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന സംഖ്യ ആണ് അഡിറ്റീവ് ഇൻവേഴ്സ്, അല്ലെങ്കിൽ അതിനെന്താ പറയുന്നത്? സമ്മ് ചെയ്യുന്നതിനെ പറയാ കൂട്ടുന്നതിന്റെ വിപരീതം. ഏതാണ് നമുക്ക് 0 ഉത്തരം കിട്ടുന്നത്, അതിന്റെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വൽ മലയാളം വേർഡ് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ആക്ച്വൽ മലയാളം എന്താന്ന് ആർക്കെങ്കിലും അറിയോ? അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള മലയാളം ഒന്നുകൂടെ ഞാൻ നോക്കി വെക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലായി. അപ്പൊ നോക്കിയേ നിങ്ങള്, നമ്മള് ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലെ? ആഡ് ചെയ്യുമ്പോ എന്താ കണ്ടീഷൻ? ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സാധനം, ഛേദം എന്ന് പറയുന്ന സാധനം തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും സാധിക്കുള്ളൂ അല്ലെ? തുല്യമല്ലെങ്കിൽ നമ്മൾ തുല്യമാക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഈ റാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഭിന്ന സംഖ്യകളെ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ വിപരീതം എന്നുള്ള അർത്ഥം വരണുള്ളൂ. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു നമ്പറിന്റെ കൂടെ ഏത് സംഖ്യ ആഡ് ചെയ്താലാണോ അത് 0 ആകുന്നത്, അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്.
സങ്കലന വിപരീതം എന്ന് പറഞ്ഞ് അധികം യൂസ് ചെയ്യുന്ന ഒരു വാക്ക് അതാണ് സങ്കലന വിപരീതം. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കൂ, 2/3 ഇതിനെ 0 ആക്കണം. ഇവിടെ ഒരു സംഖ്യ കൂടി ആഡ് ചെയ്താൽ ഇതിനെ 0 ആക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഏത് സംഖ്യ 1 ആഡ് ചെയ്താൽ നടക്കുവോ? ഇല്ല. 2 ആഡ് ചെയ്താൽ പറ്റുമോ? ഇല്ല. 0 ആഡ് ചെയ്താൽ പറ്റുമോ? ഇല്ല. 0 ആഡ് ചെയ്താൽ നമുക്ക് 2/3 തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യണം? ഈ 2 ആണ് നമുക്ക് ഇവിടെ 0 ആക്കേണ്ട ആള് അല്ലേ? കാരണം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ? ന്യൂമറേറ്ററുകൾ, അംശങ്ങൾ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഡിനോമിനേറ്ററുകളിൽ നമ്മൾ അവിടെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അംശങ്ങൾ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ അംശത്തിനെയാണ് 0 ആക്കേണ്ടത്. 2നെ 0ത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൽ നിന്ന് 2 കുറയ്ക്കുക തന്നെ ചെയ്യണം അല്ലെ? അപ്പൊ ഈ 2/3ന്റെ കൂടെ -2/3 ചെയ്താൽ നോക്കിയപ്പോ എന്താ കിട്ടുന്നത്? 0 ആണ്. അപ്പൊ എങ്ങനെയാവുക? 2/3 പ്ലസ് -2/3 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2/3 മൈനസ് 2/3 എന്ന് വരും. അതായത് 2 - 2/3. അപ്പൊ എന്താ പറഞ്ഞേ? 0/3. 0/3 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. മനസ്സിലായോ? 0/3 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് വരുന്നത്. ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, 3/4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 3/4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? വേഗം പറഞ്ഞോളൂ. 3/4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? വേഗം ഒന്ന് പറയാൻ നോക്കിയേ എല്ലാവരും. വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. 3/4ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിനെ 0 ആക്കണം. അതിനെ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മള് അതേ സംഖ്യയുടെ മൈനസ് കൊണ്ട് അതിനെ ആഡ് ചെയ്യണം അല്ലേ? അതേ സംഖ്യയുടെ മൈനസ് കൊണ്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യണം. അതേ അത്രേ ഉള്ളൂ. -3/4 കൊണ്ട് ആഡ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്? നമ്മളൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സങ്കലന വിപരീതം അല്ലെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് അത്രേ ഉള്ളൂ. 2 questions ഞാൻ അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് എന്താ ഇത്രയും ബുദ്ധിമുട്ടെന്ന് തോന്നും. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെയാ അതിനെ ചെയ്യാം? എങ്ങനെയാ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുക? അതൊന്ന് വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇത് ചെയ്യാം. കാരണം ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. നോക്കി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നോക്കിയേ, 2/8ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? -2/8. ഇനി ഒരു നെഗറ്റീവ് നമ്പറിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 2/3ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 2/3ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2/3 ആണെന്ന് പറഞ്ഞു. ഇതാണ് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നത്. 3/4ന്റെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു എന്താണ്? -3/4 ആണ്. -5/6 ഒരു നെഗറ്റീവ് സംഖ്യയാണ് അത് ഓൾറെഡി. ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ വരുന്നത്? ഓൾറെഡി ഒരു നെഗറ്റീവ് ആണ്. അപ്പൊ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് അതിനെ 0 ആക്കാൻ പറ്റുന്നത്? വീണ്ടും ഒരു നെഗറ്റീവ് ആഡ് ചെയ്താൽ അത് 0 ആക്കാൻ പറ്റുമോ? ആരാണ് പറഞ്ഞേക്കണത്? കുറെ ആദി ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് പറഞ്ഞത്. 5/6 അതെ കറക്റ്റ് ആണ് അല്ലേ? ഇതിനെ 0 ആക്കണമെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യണം. കാരണം ന്യൂമറേറ്റർ ഓൾറെഡി നെഗറ്റീവ് ആണ്. നമുക്ക് ആ നെഗറ്റീവ് സംഖ്യനെ ഇനി 0 ആക്കണമെങ്കിൽ അതിന്റെ പ്ലസ് കൊണ്ടാണ് അതിനെ ആഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോ -5/6 അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് +5/6 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സംഖ്യ ആയിരിക്കില്ല. ഓൾറെഡി ഒരു നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ അതിന്റെ പോസിറ്റീവ് ആയിരിക്കും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. ഒരു പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ അതിന്റെ തന്നെ നെഗറ്റീവ് ആയിരിക്കും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ ഇനി നിങ്ങൾ നോക്കി നോക്കുവോ? നോക്കിയേ, ഇവിടെ ഉത്തരം ഉണ്ട് അല്ലേ?
ഫസ്റ്റത്തെ 2/8 അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2/8 ആണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, -5/9 അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? +5/9 ആണ് ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. അതായത് -5/9 +5/9 ചെയ്താലാണ് നമുക്ക് 0 കിട്ടുന്നത്. ഇനി -6/-5 again -6/-5 എന്ന് പറയുന്ന സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? അപ്പൊ അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, -6 divided by -5. -6 divided by -5 ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? അതായത് ഞാൻ പറഞ്ഞത് ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ, ഒരു പോസിറ്റീവ് ഭിന്ന സംഖ്യയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൈനസ് ആണ്. എന്ന് വെച്ച് നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ കൂടി മൈനസ് ചെയ്യരുത് കേട്ടോ. മുകളിൽ കിടക്കുന്ന ആളുടെ സംഖ്യ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ആ മുകളിൽ കിടക്കുന്ന അംശത്തിന്റെ എന്ത് മാറ്റണം? ചിഹ്നം മാറ്റണം. ചിഹ്നം മൈനസ് ആക്കിയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലസ്, ഓൾറെഡി മൈനസ് ആണെങ്കിൽ പ്ലസ് കൊണ്ട് ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇവിടെ പറയുന്നു -6/-5 എന്ന് പറയുന്നതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ സങ്കലന വിപരീതം എന്ന് പറയുന്നത് 6/5 ആണെന്നാണ് കുറെ പേര് പറയുന്നത്. അതെങ്ങനെയാണ് 6/5 ആകുന്നത്? കാരണം നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൈനസ് ആണെങ്കിൽ, അതായത് അംശവും ഛേദവും മൈനസ് വന്നാൽ ഈ രണ്ട് മൈനസുകൾ ക്യാൻസൽ ആയി പോയില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? തന്നിട്ടുള്ള സംഖ്യ ശരിക്കും ഒരു നെഗറ്റീവ് സംഖ്യ അല്ല, അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ശരിക്കും നിങ്ങൾ നോക്കുമ്പോ ഇത് നെഗറ്റീവ് ഉണ്ടല്ലോ, എന്നാ പിന്നെ ഇതിന്റെ കൂടെ പോസിറ്റീവ് ആഡ് ചെയ്താലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത്. അല്ല, തന്നിട്ടുള്ള സംഖ്യ ഓൾറെഡി ഒരു പോസിറ്റീവ് സംഖ്യയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് ചിഹ്നം വന്നാൽ, അംശത്തിലും ഛേദത്തിലും നെഗറ്റീവ് ചിഹ്നം വന്നാൽ ആ രണ്ട് നെഗറ്റീവുകളും തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ട് അതൊരു പോസിറ്റീവ് നമ്പർ ആയി മാറും. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ -2 × -3 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം 6 അല്ലേ? -6 അല്ലല്ലോ. ഈ രണ്ടും കൂടി ക്യാൻസൽ ആയി പോയിട്ട് 2 × 3 6. അതേപോലെ തന്നെ -6/-5 എന്ന് പറഞ്ഞാൽ അത് ശരിക്കും 6/5 മാത്രമാണ്, അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. ഇങ്ങനെ മാറ്റിയതിന് ശേഷമേ നിങ്ങൾ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? -6/5 ആണ് അഡിറ്റീവ് ഇൻവേഴ്സ്, 6/5 അല്ല. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതാണ് ചിഹ്നം എന്നുള്ളത് ആദ്യം നോക്കണം. മുകളിൽ മാത്രമാണ് ഒരു മൈനസ് ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. മുകളിൽ മാത്രമാണ് മൈനസ് എങ്കിൽ അതൊരു നെഗറ്റീവ് സംഖ്യ ആണ് ഓൾറെഡി. അപ്പൊ പിന്നെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് അതിനെ നെഗറ്റീവ് ആണെന്നുള്ള രീതിയിൽ തന്നെ ചെയ്താൽ മതി. ബട്ട് പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആയിട്ടാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എടുക്കുന്നത്. മുകളിലും താഴെയും നെഗറ്റീവ് ആണ് വരണമെങ്കിൽ അത് ഓൾറെഡി ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ അതിനെ പിന്നെ നെഗറ്റീവ് ആണ് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇനി ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്റർ ആണ് നെഗറ്റീവ് ആണെങ്കിലോ? ഇതൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ. ഈ നിങ്ങൾക്ക് ഈ -5/6 പകരം 5/-6 ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? അപ്പോ 5/-6 ഇങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയാ ചെയ്യാ? അപ്പൊ നമ്മൾ ആഡ് ചെയ്യാണോ ചെയ്യാ, സബ്സ്ട്രാക്ട് ചെയ്യാണോ ചെയ്യാ, എന്താ ചെയ്യാ? അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ 3 കേസ് പഠിച്ചു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിട്ടുള്ള കേസ്, പിന്നെ ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും നെഗറ്റീവ് ആയി വന്നാൽ എന്താ ചെയ്യാ? അപ്പോഴും അത് പോസിറ്റീവ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇനി അംശം മാത്രം നെഗറ്റീവും ഛേദം പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. പോസിറ്റീവ് നമ്പറിനെയാണ് അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. കാരണം ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആയി കഴിഞ്ഞാൽ അത് എന്താണ്? അതൊരു നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ ആ നെഗറ്റീവ് നമ്പറിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്ന ആളെ മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 5 divided by -6
അപ്പൊ നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇടുന്നത് കണ്ടു 5 divided by positive 6 എന്ന്. അതെങ്ങനെയാ ശരിയാവുക? നമ്മൾ ഡിനോമിനേറ്ററുകളെ തമ്മിലാണോ ആഡ് ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഡിനോമിനേറ്ററുകൾ തമ്മിലാണ് ആഡ് ചെയ്യണമെങ്കിൽ അല്ലേ അത് 0 ആയി പോവുള്ളൂ. ഡിനോമിനേറ്ററുകളെ തമ്മിലാണോ നമ്മൾ ആഡ് ചെയ്യുന്നത്? അല്ല, ഡിനോമിനേറ്ററുകളെ തമ്മിലല്ല നമ്മൾ ആഡ് ചെയ്യുന്നത്, ന്യൂമറേറ്ററുകളെ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കണം. ഈ മൈനസ് സൈൻ ഡിനോമിനേറ്ററിൽ ഛേദത്തിലാണെങ്കിൽ പോലും ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. മനസ്സിലായോ? ഛേദത്തിലാണ് ആ ഡിനോമിനേറ്ററിലാണ് ആ സംഖ്യ നെഗറ്റീവ് സംഖ്യ കിടക്കുന്നതെങ്കിൽ ആ നെഗറ്റീവിനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയും നമുക്ക് എഴുതാൻ പറ്റും. ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ നോക്കിയേ, സാധാരണ നെഗറ്റീവ് ആയില്ലേ, പിന്നെ എന്തുകൊണ്ട് ആഡ് ചെയ്യണ്ടേ? പോസിറ്റീവ് 5/6. ശ്രദ്ധിക്കുക, ന്യൂമറേറ്ററുകൾ തമ്മിലാണ് ആഡിങ് നടക്കുന്നത്. ഡിനോമിനേറ്ററുകൾ എപ്പോഴും തുല്യമായിരിക്കണം. ഡിനോമിനേറ്റർ -6ഉം ന്യൂമറേറ്റർ പോസിറ്റീവും വരുന്നതെങ്കിൽ ആ ന്യൂമറേറ്ററിലേക്ക് അതിനെ കൊണ്ടിടുക, നെഗറ്റീവിനെ ന്യൂമറേറ്ററിലേക്ക് മാറ്റിയിടുക. അങ്ങനെ നമുക്ക് മാറ്റിയിടാൻ പറ്റും. രണ്ടും തുല്യമാണ്. 5/-6 എന്ന് പറയുന്നതും -5/6 എന്ന് പറയുന്നതും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിലേക്ക് നെഗറ്റീവിനെ മാറ്റിയിട്ടതിന് ശേഷമേ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതാണെന്നുള്ളത് ചിന്തിക്കാനായിട്ട് പാടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. 2/-9 എന്ന് പറഞ്ഞാൽ അത് -2/9 ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം അഡിറ്റീവ് ഇൻവേഴ്സ് നമുക്ക് കാണാലോ, അതിന്റെ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അങ്ങനെ 19/-16 എന്ന് പറഞ്ഞാൽ ഇത് -19/16 ആണ്. എന്നിട്ട് അതിന്റെ കൂടെ അതിന്റെ പോസിറ്റീവ് ആഡ് ചെയ്യാം. അപ്പൊ 4 കേസുകളുണ്ട്, ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട സംഖ്യ എന്ന് പറയുന്നത് ഇതിന്റെ മൈനസ്. ഓക്കെ, ഇതാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആദ്യം തന്നെ ഇതിനെ പോസിറ്റീവ് ആക്കി എഴുതണം. ശേഷമാണ് ഇതിന്റെ കൂടെ നമ്മൾ വീണ്ടും അഡിറ്റീവ് ഇൻവേഴ്സിനെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോഴും നമുക്ക് 0 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അപ്പോഴും നമുക്ക് 0 കിട്ടി. ഇനി അടുത്ത കേസ്, ന്യൂമറേറ്റർ മാത്രം നെഗറ്റീവ്, ഡിനോമിനേറ്റർ പോസിറ്റീവ്. എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കൂടെ ഇതിന്റെ പ്ലസ് ഇതിന്റെ പോസിറ്റീവിനെ ആഡ് ചെയ്യണം. അപ്പോഴും നമുക്ക് 0 കിട്ടി. ഇനി ആരാ ഉള്ളത്? അവസാനത്തെ കേസ്, ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്റർ നെഗറ്റീവും ആണെങ്കിൽ ആദ്യം തന്നെ ഇതിനെ എങ്ങനെ മാറ്റി എഴുതണം? ഇങ്ങനെ മാറ്റി എഴുതിയതിന് ശേഷം ഈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവിനെ മുകളിലേക്ക് കൊടുത്തതിന് ശേഷം ഇതിന്റെ പോസിറ്റീവ് കൊണ്ട് ആഡ് ചെയ്യുക. ഇതാണ് 4 ഡിഫറെന്റ് കേസസ്. ഓക്കെ, 4 ഡിഫറെന്റ് കേസസ് ആണ് ഇത് നമ്മൾ പറയുന്നത്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മൾ നേരെ അതിന്റെ മൈനസ് കൊണ്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. രണ്ടും പോസിറ്റീവ് ആയ കേസിൽ നമ്മൾ ആദ്യം പഠിച്ചത് 2/3 ആണ് നമുക്ക് തന്നിട്ടുള്ള സംഖ്യ എങ്കിൽ അതിന്റെ കൂടെ -2/3. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 2/3 എന്ന് കാണുമ്പോൾ 2/3 എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞത് അതിന്റെ നെഗറ്റീവ് കൊണ്ട് ആഡ് ചെയ്യാനാ. 2ന്റെ നെഗറ്റീവ് -2, 3ന്റെ നെഗറ്റീവ് -3 എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ -2/3 കൊണ്ട് ആഡ് ചെയ്താൽ ഉത്തരം തെറ്റി. ക്ലിയർ ആണോ? ഡിനോമിനേറ്ററിനെ നമ്മൾ മാറ്റാൻ പാടില്ല. ഡിനോമിനേറ്റർ തുല്യമായാൽ മാത്രമേ നമുക്ക് അഡീഷൻ നടക്കുകയുള്ളൂ. സബ്സ്ട്രാക്ഷൻ ആണെങ്കിലും ഒരെണ്ണം 3ഉം ഒരെണ്ണം -3ഉം ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും ഡിനോമിനേറ്റർ തുല്യമായിരിക്കണം. ന്യൂമറേറ്റർ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഡിനോമിനേറ്റർ തുല്യമായിരിക്കണം, മറക്കരുത്. ന്യൂമറേറ്റർ ആണ് നമുക്ക് മാറ്റേണ്ടത്. ഓൾറൈറ്റ്, അപ്പോ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ന്യൂമറേറ്ററിന്റെ ആണ് സൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ന്യൂമറേറ്ററിന്റെ ആണ് സൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്ററിനെ മാത്രം മൈനസ് ആക്കിയിട്ട് ആഡ് ചെയ്യുക. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അത് ഓൾറെഡി ഒരു പോസിറ്റീവ് നമ്പർ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ ഡീൽ ചെയ്യാനായിട്ട്. പിന്നെ ഒരു നെഗറ്റീവും ഡിനോമിനേറ്റർ പോസിറ്റീവും ആണെങ്കിൽ നമ്മൾ മുകളിലുള്ള അംശത്തിനെ മാത്രം പോസിറ്റീവ് ആക്കിയിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യണം.
ഇനി ഛേദത്തിലാണ് നെഗറ്റീവ് സംഖ്യ കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ അംശത്തിലേക്ക് നെഗറ്റീവിനെ മാറ്റി എഴുതിയതിനു ശേഷം വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ അതാണ് നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിലേക്കാണ്. അതിന് മുന്നേ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ഇത് വളരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, ഇതെങ്ങനെയാ നമ്മൾ ചെയ്യുക? അപ്പൊ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നോക്കിയേ, വലിയൊരു സംഖ്യ അല്ലെ, വലിയൊരു സംഖ്യ. ഇത് നമ്മൾ എങ്ങനെയാ ആഡ് ചെയ്യുക അല്ലെങ്കിൽ കാരണം അവിടെ നോക്കിയേ എല്ലാം കൂടി ഒരുമിച്ചാ വന്നേക്കണത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഇവിടെ പ്ലസ് വന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്, ഇവിടെ വീണ്ടും ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാ അതിനെ നമ്മൾ ചെയ്യേണ്ടത്? എങ്ങനെയാ അതിനെ ചെയ്യാൻ പറ്റുക? ഇതിലിപ്പോ ആദ്യം എങ്ങനെ ചെയ്യണം? അപ്പൊ ആകെ കൺഫ്യൂഷൻ വരും അല്ലെ? അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതിലാ പഠിച്ചത് നമ്മൾ? കമ്മ്യൂട്ടേറ്റീവ് ഒക്കെ സിമ്പിൾ ഇക്വേഷൻസ് പഠിച്ചപ്പോ കമ്മ്യൂട്ടേറ്റീവ് നിയമം, അതിന്റെ മലയാളം കമ്മ്യൂട്ടേറ്റീവ് നിയമം എന്ന് തന്നെയാണ് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പെട്ടെന്നൊന്ന് പറഞ്ഞാലോ, നോക്കിക്കോളൂ. 3/5 പ്ലസ് 4/5 എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് 4/5 പ്ലസ് 3/5 എന്ന് എഴുതി കൂടെ? രണ്ടും തുല്യല്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയെന്ന് വെച്ചിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതാണ് കമ്മ്യൂട്ടേറ്റീവ് നിയമം. പക്ഷെ ഇത് എല്ലായിടത്തും ശരിയാവില്ല. ഈ സെയിം സാധനം തന്നെ 3/4 മൈനസ് 4/5 എന്നുള്ളത് മാറ്റി എഴുതിയാൽ അത് 4/5 മൈനസ് 3/5 എന്നാവും. അത് തുല്യാണോ? അത് തുല്യല്ല. മനസ്സിലായോ? നിങ്ങളിപ്പോ ഇത് കാണുമ്പോൾ ആലോചിക്കും അതെല്ലായിടത്തും അങ്ങനെയല്ലേ? അല്ല. സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല. കാരണം നോക്കി നിങ്ങൾ 3/4 3/5 മൈനസ് 4/5 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് 1 വരണേ. ഇവിടെ എന്താ വരണേ? ഇവിടെ 1 വരണേ. അപ്പൊ മൈനസ് 1/5 1/5 തുല്യാണോ? തുല്യമല്ല. അതുകൊണ്ട് തന്നെ ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴുമാണ് നമുക്ക് ഈ നിയമം ഇവിടെ പാലിക്കപ്പെടുന്നുള്ളൂ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനത്തിനെ മാറ്റി എഴുതി ഇതിനെടുത്തിട്ട് ഇപ്പുറത്ത് എഴുതിയിട്ട് ഇതിനിപ്പുറത്ത് ആദ്യം എഴുതി കഴിഞ്ഞാലും ഒരു മാറ്റവും വരാത്തത് ആഡ് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും മാത്രമാണ്. ഓക്കെ, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും സ്ഥാനം മാറിയാൽ ഉത്തരം മാറും. ഓക്കെ, സ്ഥാനം മാറിയാൽ ഉത്തരം മാറും. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതുന്നതിനെയാണ് കമ്മ്യൂട്ടേറ്റീവ് നിയമം അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് നിയമം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാല് ഒരു വ്യത്യാസവും ഇല്ല എങ്കിൽ അതാണ് കമ്മ്യൂട്ടേറ്റീവ് നിയമം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. ഈ നിയമത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിള്ളേരെ? പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കമ്മ്യൂട്ടേറ്റീവ് നിയമത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അസോസിയേറ്റീവ് നിയമം, കമ്മ്യൂട്ടേറ്റീവ് നിയമം, പിന്നെന്തൊക്കെ നിയമം പഠിച്ചേ? ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം ഇല്ലേ? അവിടെ സിമ്പിൾ ഇക്വേഷൻസിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരെവിടെ? അങ്ങനെ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇത് ഓൾറെഡി പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോയത്. പഠിച്ചിരുന്ന ആൾക്കാരെവിടെ? ഇവിടെ ഓൾറെഡി മുമ്പ് ഉണ്ടായിരുന്നവരെ ഒന്നും കാണാനില്ലല്ലോ. എവിടെ? പുതിയ ആൾക്കാരാണ് ഇപ്പോ അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാനിത് ഓൾറെഡി എവിടെ പഴയ ആൾക്കാരെവിടെ? നമ്മളൊരു എക്സാം ഒക്കെ എടുത്തപ്പോ അതിൽ ഞാൻ ചോദിക്കുക പോലും ചെയ്തിരുന്നു അല്ലേ? നമ്മുടെ പഴയ ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. സിയ അവരൊക്കെ ഉണ്ടായിരുന്നതല്ലേ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നവരല്ലേ? അപ്പൊ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ മുമ്പത്തെ ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്നവരാണ്. യെസ്, കണ്ടോ? കുറെ പേരൊക്കെ യെസ് പറയാനുണ്ടോ? യെസ് പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ഈ ഉണ്ടായിരുന്നവർക്ക് അറിയാം നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് നിയമത്തിനെ പറ്റിയൊക്കെ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിതിപ്പോ പെട്ടെന്ന് പറഞ്ഞു പോയത്. നമുക്കിപ്പോ വീണ്ടും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ കാണണം. ഓക്കെ, പെട്ടെന്നൊന്ന് പറയാം. നമുക്ക് കുറെ നിയമങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. നമ്മൾ സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചപ്പോ എളുപ്പത്തിലുള്ള സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോ
കമ്മ്യൂട്ടേറ്റീവ് നിയമം, അസോസിയേറ്റീവ് നിയമം, ഡിസ്ട്രിബ്യൂട്ടീവ് നിയമം, പിന്നെ അതുപോലെ വേറെ അഡിറ്റീവ് പ്രോപ്പർട്ടി, അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. അങ്ങനെ ഓൾറെഡി കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പൊ ഇതിലേക്ക് അങ്ങനെ വന്നത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞൊന്ന് പോയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ കാണണം. ഓക്കെ, വീഡിയോ കാണുക എന്നുള്ളതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. ഓക്കെ, യെസ്. അപ്പൊ ഞാനൊന്ന് വേഗം ഒന്ന് പറയാം. എന്തായാലും ഒന്ന് നോക്കി നോക്കിയേ നിങ്ങള്. 2/, എങ്ങനെ ഇപ്പൊ പറയാം? ഓക്കെ, ഇപ്പൊ 3/5 പ്ലസ് 4/5, ഉത്തരം എത്ര കിട്ടുന്നേ? 3 + 4 7, 5ന് നമ്മളൊരു മാറ്റമില്ലേ 5. ഇതല്ലേ ഉത്തരം കിട്ടുന്നത്? ആണല്ലോ. ഇനി ഇതിന് ഞാൻ മാറ്റി അങ്ങോട്ട് എഴുതുകയാണ്. 4/5 പ്ലസ് 3/5, എത്ര ഉത്തരം കിട്ടുന്നേ? അപ്പോഴും 7/5 അല്ലേ ഉത്തരം കിട്ടുന്നേ? അപ്പോ ഇങ്ങനെ എഴുതിയാലും ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാലും തുല്യമായ ഉത്തരമാണ് കിട്ടുന്നത്, അല്ലേ? അതുകൊണ്ടാണ് അതിനെയാണ് നമ്മൾ എന്ത് നിയമം എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് നിയമം. കമ്മ്യൂട്ടേറ്റീവ് നിയമം എന്ന് പറയുന്നത്. ഇനി മൈനസ് ചെയ്ത് നോക്കൂ നിങ്ങൾ. 3/5 മൈനസ് 4/5 എന്ന് പറഞ്ഞാല് 3 മൈനസ് 4, നമ്മൾ ന്യൂമറേറ്ററിനെ മാത്രമാണല്ലോ ചെയ്യുന്നത്, ഡിനോമിനേറ്ററിനെ അനങ്ങുന്നില്ലല്ലോ. -1/5 എന്ന് വന്നു. ഇനി ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതി നോക്കട്ടെ. ആദ്യം 4/5നെയും പിന്നെ 3/5നെയും എഴുതി കഴിഞ്ഞപ്പോ എന്താ വന്നേ? 4 - 3/5 എന്നാ വന്നേ. അത് 1/5 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു നെഗറ്റീവ് അല്ലേ വ്യത്യാസമുള്ളൂ? അത് വലിയ വ്യത്യാസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തുല്യാണോ? തുല്യമല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കമ്മ്യൂട്ടേറ്റീവ് നിയമം, കമ്മ്യൂട്ടേറ്റീവ് ലോ പാലിക്കുന്നില്ല. ഇത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് നിയമം പാലിക്കുന്നില്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കൂ നിങ്ങള്. 3/5 × 4/5 എന്ന് ഞാൻ ചെയ്താൽ എത്ര ഉത്തരം വരുന്നത്? നമ്മൾ മുകളിലുള്ള ആൾക്കാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, 12. ഇതാവുമ്പോ താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യണം, 25, അല്ലേ? ഇനി തിരിച്ചെഴുതി നോക്കട്ടെ. 4/5നെയും 3/5നെയും തമ്മിലാണ് ചെയ്യുന്നതെങ്കിലോ അപ്പോഴും 12/25 അല്ലേ വരുന്നത്. അപ്പൊ പാലിച്ചു, കമ്മ്യൂട്ടേറ്റീവ് നിയമം പാലിച്ചു. ഇനി ഡിവിഷൻ ആണെങ്കിലോ 3/5 ഡിവൈഡഡ് ബൈ 4/5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ചെഴുതും, അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 3/5 × 5/4 എന്നാവും. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 15/20 ആണ്. ഓക്കെ, ഇതാണ് ഉത്തരം കേട്ടോ. ഇനി ഞാൻ തിരിച്ചെഴുതി നോക്കട്ടെ. 4/5നെ ഡിവൈഡ് ചെയ്യാണ് 3/5 കൊണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ എടുത്ത് തിരിക്കണം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോ 4/5 × 5/3 എന്ന് വരും. അപ്പൊ എത്ര ഉത്തരം വരുന്നത്? 20/15 ആണ്. ഇത് രണ്ടും തുല്യാണോ? 15/20. അപ്പോ നോട്ട് പാലിക്കുന്നില്ല, നോട്ട് സാറ്റിസ്ഫൈയിങ്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് നിയമത്തിനെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് നിയമത്തിനെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നോക്കൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങളോട് ഞാനിത് ചെയ്യാൻ പറയുന്നില്ല, കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നില്ല, ഞാൻ തന്നെ അത് ചെയ്ത് കാണിച്ചു തരാം. അടുത്തത് നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോ കമ്മ്യൂട്ടേറ്റീവ് നിയമപ്രകാരം എനിക്ക് ഈ 3/5 എന്നുള്ള സംഭവത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. എന്തൊക്കെയാ ഇവിടെ കിടക്കുന്നേ? -2/3 മൾട്ടിപ്ലൈഡ് ബൈ 3/5 പ്ലസ് 5/2 മൈനസ് എഗെയിൻ ഒരു 3/5 വന്നു. എഗെയിൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം 1/6 കൊണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാൻ പോവാ. ശ്രദ്ധിച്ച് നോക്കുക. ഇതിനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതാൻ പോണേ? ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. -2/3ന് മാറ്റമൊന്നുമില്ല. ഓക്കെ, അടുത്ത സംഖ്യയ്ക്കും മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി ഈ സംഖ്യനെ ഞാൻ
അങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാണ്. ഏത് സംഖ്യേനെ? ഈ 5/2ഉം ഈ 1/6ഉം ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ എഴുതാൻ പോവാണ്. അപ്പം ഇവിടെ 3/5 വന്നു. ഓക്കെ, ഇനി പ്ലസ് 5/2 ഇൻറ്റു മൈനസ് 1/6 എന്നുള്ളതിനെ ഈ 1/6 ഇവിടെ എഴുതിയിട്ട് ഇതിനെ ഇവിടേക്ക് കൊണ്ടുപോയി എഴുതി പ്ലസ് 5/2 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ ഞാൻ മാറ്റി എഴുതി. എന്തുകൊണ്ടാണ് മാറ്റി എഴുതാൻ പറ്റിയത്? അത് പ്ലസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി അവിടെ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങോട്ട് മാറ്റി ഒന്ന് എഴുതി. എന്തിനാണ് മാറ്റി എഴുതിയത്? അപ്പൊ നിങ്ങളിത് നോക്കി നോക്കിയേ, ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ വന്നു, ഇവിടെയും ദേ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? അല്ലെ? ഇപ്പൊ നോക്കിയേ, രണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗങ്ങൾ അടുത്തടുത്ത് വന്നു. ഇടയിൽ വരുന്ന ചിഹ്നം ഒരു മൈനസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോമൺ ആയിട്ട് വരുന്ന സാധനത്തിനെ പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഒരു പരിപാടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നോക്കിയേ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 2 × 3 പ്ലസ് 2 × 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിലും 2 വരുന്നുണ്ട്, ഇതിലും 2 വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം എന്നറിയോ? ഈ 2നെ മാത്രം പുറത്തേക്ക് എടുത്തിട്ട് ഈ 3നെയും 6നെയും ഒരുമിച്ച് എഴുതാം. കണ്ടോ? ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്യണേനെയാണ് നമ്മൾ എന്തിലോ ആയിട്ട് പഠിച്ചത്? ഡിസ്ട്രിബ്യൂട്ടീവ് വിതരണ നിയമം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, അപ്പൊ ഞാൻ എഴുതിയ രീതി മനസ്സിലായല്ലോ എല്ലാവർക്കും? ഈ 5/2നെ മാത്രം ഞാൻ ഏറ്റവും അവസാനം കൊണ്ടിട്ടു. ഈ ബാക്കിയുള്ളതിനെയൊക്കെ ഇങ്ങോട്ട് നീക്കി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്? കമ്മ്യൂട്ടേറ്റീവ് നിയമ പ്രകാരം. ഇനി ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷനിലും ആരാണ് തുല്യമായി വരുന്ന ആള്, ഒരേപോലെ വരുന്ന ആള്? ഈ 3/5 ആണല്ലേ? ഇതിലെ ഇവിടെയുണ്ട് 3/5 എന്ന് പറയുന്ന ആള്, ഇവിടെയുണ്ട് 3/5. അപ്പൊ ഞാൻ ആ 3/5നെ ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് എഴുതി, ഒന്ന് മാറ്റി പിടിച്ചു. 3/5 പുറത്തേക്ക് പോയാല് ബാക്കി ഇവിടെ ആരാ ഉള്ളേ? -2/3 ആണ് അവിടെ ബാക്കിയുള്ളത്. അപ്പൊ 3/5 ഓൾറെഡി പുറത്ത് പോയല്ലോ. ഇവിടെ നിന്ന് 3/5നെ ഞാൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ആരെവിടെ ഉള്ളേ? 1/6. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് ഇട്ട് അതിന്റെ ഇടയിൽ? ഇതാ ഇവിടെ കിടക്കുന്ന ആള് മൈനസ് അല്ലേ? ഓക്കെ, അപ്പൊ അതിനിതാ ഇങ്ങനെ വന്നു. പ്ലസ് 5/2 അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവര് രണ്ടുപേരും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അവരെ രണ്ടുപേരും തമ്മിൽ മൈനസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? ഡിനോമിനേറ്റർ തുല്യാക്കണം അല്ലെ? ഡിനോമിനേറ്ററുകൾ തമ്മിൽ തുല്യമായാൽ മാത്രമാണ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. തുല്യമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ 6 ആക്കി മാറ്റണം. അപ്പൊ ഞാൻ ഇവിടെ രണ്ട് ഭാഗത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3/5 പുറത്ത് കിടക്കുന്നുണ്ട്. ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ? LCM ആണ് എടുത്തത്. 3ന്റെയും 6ന്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ ഓൾറെഡി 6 ആയതുകൊണ്ട് ഇതിനെ മാത്രം, ഈ 3നെ മാത്രം 6 ആക്കി മാറ്റിയാൽ മതി. 3നെ 6 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. ഛേദത്തില് മാത്രം ചെയ്താൽ പോരാ, അംശത്തിലും അപ്പോൾ ഗുണിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? -2 × 2 എന്ന് പറഞ്ഞാൽ അത് 4 ആയി മാറി. താഴെയുള്ള ആള് 6 ആയി. ഓക്കെ, താഴെയുള്ള ആള് 6 ആയി. -1/6 എന്നായി. പ്ലസ് 5/2. ഇനി നമുക്ക് ഇവരെ തമ്മിൽ ആഡ് ചെയ്തൂടെ? സബ്സ്ട്രാക്ട് ചെയ്തൂടെ? കാരണം നോക്കിയേ, ഡിനോമിനേറ്ററുകൾ തുല്യമായില്ലേ? അപ്പൊ എന്താ വരുന്നേ? ഇവിടെയാണോ ഞാൻ എഴുതുന്നത്? നിങ്ങൾക്ക് കാണില്ല അല്ലെങ്കിൽ. അപ്പൊ 3/5 -4 -1 എന്ന് പറഞ്ഞ എന്താ? -5 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 5/2. എന്ത് ചെയ്താൽ മതി? ഇവരെ തമ്മിൽ ഗുണിക്കുക. ഇത് ഗുണിക്കലല്ലേ ഇവിടെ? ഇവരെ തമ്മിൽ ഗുണിക്കുക. മുകളിലുള്ള ആൾക്കാരെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? മുകളിലുള്ള ആൾക്കാരെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് ദാ ഇങ്ങനെയാണ്. 3/5 മൾട്ടിപ്ലൈഡ് ബൈ -5/6 പ്ലസ് 5/2. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാര്. ഇവരെ തമ്മിലും ഗുണിച്ചു. എന്താ കിട്ടുന്നത്? -15 ഡിവൈഡഡ് ബൈ 5 × 6 എത്രയാ? 30 അല്ലേ? പ്ലസ് 5/2. ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമ്മുടെ ഉത്തരായി. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ വീണ്ടും നോക്കിയേ, ഇവിടെ 30 ആണ്, ഇവിടെ 2 ആണ്. 30ഉം 2ഉം ആണ്. 30ന്റെയും 2ന്റെയും LCM എടുക്കുമ്പോൾ നമുക്ക് വരുന്ന ഉത്തരം 30 ആണ്.
ഓക്കെ 30 വരുന്നത്. 30 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2നെ 30 ആക്കണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ എന്ത് വന്നേ? -15/30 ഈസ് പ്ലസ് 5 × 15 എത്ര വരുന്നത്? 5 × 15 എത്ര വരിക? 15ഉം 15ഉം 30, 30ഉം 30ഉം 60, 75 എന്ന് വരും. 30. ഇനി 75 -75. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഞാൻ മുകളിൽ എഴുതുന്നേ. ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്ത് ഇരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, ഫൈനൽ ഉത്തരം എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് -15/30 പ്ലസ് 75/30 ആണ്. 75ഉം 15ഉം -15 പ്ലസ് 75 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് നമുക്ക് ഇതാ 75 - 15/30 എന്ന് എഴുതാം അല്ലെ? 75 - 15 എത്രയാ? 60. 60/30. 60/30 എന്ന് പറഞ്ഞാൽ ഉത്തരം 2. 60 എത്ര 30 ഉണ്ട്? 2 വട്ടം. ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇത്രയും വലിയ സാധനം ചെയ്തിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 2 ആണ്. 2. ഓക്കെ, വലിയ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവാത്തപ്പോ മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഒരു രീതി മനസ്സിലാവുന്നുണ്ടോ? മുന്നേ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നവര്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാരില് ഓൾമോസ്റ്റ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പൊ ഇത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ സമയം തീരും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോ ശ്രദ്ധിച്ച് കാണുക. ഞാൻ അത് ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാൻ പോവാണ്. വലിയ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ പോവാണ്. ഇതിപ്പോ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം ആക്ച്വലി. പക്ഷെ അത് വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ടാണ് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ 5/2 ഇവിടേക്ക് കൊണ്ടുപോയി ഇടാൻ പോവാ. 5/2 അവിടേക്ക് കൊണ്ടുപോയി ഇടാൻ പോവുക. കാരണം ഇത് പ്ലസ് ആണ്. ഇവിടെ പ്ലസ് കിടന്നാലും അവസാനം കൊണ്ടുപോയി പ്ലസ് കിടന്നാലും ഒരു വ്യത്യാസവും ഇല്ല. പ്ലസ് എന്ന് പറയുന്ന ആള് കമ്മ്യൂട്ടേറ്റീവ് നിയമത്തിനെ പാലിക്കപ്പെടുന്ന ആളാണ്. അപ്പൊ ഞാൻ ദേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ. ആദ്യത്തെ ആൾക്ക് ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ ആൾക്കും ഒരു മാറ്റവും ഇല്ല. മൂന്നാമത്തെ ആളെ മാറി. അവിടെ പകരം -3/5 വന്നു. 1/6 വന്ന്. ഈ മൂന്നാമത് കിടന്ന ആളെ ഏറ്റവും അവസാനം കൊണ്ട് എഴുതി. എന്ത് ലോ പ്രകാരമാണത്? കമ്മ്യൂട്ടേറ്റീവ് നിയമപ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് നിയമപ്രകാരമാണ് അങ്ങനെ ചെയ്തത്. കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, അതെ, കമ്മ്യൂട്ടേറ്റീവ് നിയമപ്രകാരം നമ്മൾ അങ്ങനെ കൊണ്ടുപോയി ഇട്ടു. ഇനി ഞാൻ നോക്കൂ, ഇതാണ് ഞാൻ കൺസിഡർ ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കി. ഓക്കെ, ഇതിന് ഇങ്ങനെ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കും. ഇതും ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഗ്രൂപ്പ്, ഇതും ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? 3/5ഉം 1/6ഉം. ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യാം. അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള സ്റ്റെപ്പായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല. മനസ്സിലായോ? അതായത് ഞാനിപ്പോ ചെയ്ത പോലെ 3/5 പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നേരെ ഇതിനെ രണ്ടിനെയും തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അതും ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ രണ്ടിനെയും തമ്മിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തത്? ഇവിടെ 2 × 3ഉം 3 × 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 3 × 1ഉം 5 × 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ചെയ്യാട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 6/15 എന്ന് വരും. -3/30 എന്ന് വരും. അപ്പൊ അത് കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെയും 3/5 ഉണ്ട്, ഇവിടെയും 3/5 ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ 3/5 ഉണ്ട്, നമുക്ക് ഇവിടെ 3/5 ഉണ്ട്. 3/5നെ പുറത്തേക്ക് നിർത്തി. ഈ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. രണ്ട് ടേമുകളിലും ഒരേപോലെ വരുന്ന ആളെ, കോമൺ ആയി വരുന്ന ആളെ നമ്മൾ പുറത്തേക്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് മാറ്റി നിർത്തും. ഇതിൽ നിന്ന് 3/5 പോയിട്ടാ. അപ്പൊ ബാക്കി ആരുള്ളേ? ഒരു ബ്രാക്കറ്റ് ഇടുക. ബാക്കി ആരവിടെ ഉള്ളേ? -2/3 ആണ് ഇവിടെ ബാക്കിയുള്ളത്. ഇനി ഇവിടെ കിടക്കണ ആളാരാണ്? മൈനസ്, അത് ഇട്ടു. ഇതിൽ നിന്നും 3/5 പോയി. ബാക്കി ആരുള്ളേ?
1/6 ഉള്ളത് അല്ലേ? ആ, അപ്പൊ അത്രയും വന്നല്ലോ. ബാക്കി പുറത്ത് കിടക്കുന്ന ആൾക്ക് ഒരു മാറ്റവും ഇല്ല. ഇനി ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യണം. ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്താ? ഡിനോമിനേറ്റർ തുല്യല്ല, ഛേദം തുല്യല്ല. ഒരെണ്ണം 6ഉം ഒരെണ്ണം 3ഉം വെച്ച് കിടക്കണ ഛേദം. ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിടക്കുന്ന ഛേദം എന്ന് പറയുന്ന ആള് തുല്യമായി വരണം. എന്നാൽ മാത്രമേ നമുക്കതിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. തുല്യമായി വരണം. തുല്യമാക്കണമെങ്കിൽ LCM എടുക്കണം. 3ന്റെയും 6ന്റെയും ലഘുതമ സാധാരണ ഗുണിതം ലസാഗു എന്ന് പറയുന്നത് 6 ആണ്. അല്ലെ? 3ഉം 6ന്റെയും കോമൺ ആയിട്ട് വരുന്ന ഗുണിതം എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ ഓൾറെഡി 6 ആണ്. ഇതിനെ 6 ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഛേദത്തിൽ മാത്രം ചെയ്താൽ മതിയോ? പോരാ, അംശത്തിലും ചെയ്യണം. അപ്പൊ ഇതെന്തായി മാറി? 3/5 അവിടെ പുറത്ത് കിടക്കുന്നുണ്ട്. ഉള്ളിലത്തെ ആള് -4/6 എന്നായി മാറി. -1/6 എന്നായിട്ട് മാറി. ഇനി നമുക്ക് ഇവരെ ആഡ് ചെയ്യാം അല്ലെ, സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലെ. കാരണം നോക്കിയേ, രണ്ടും 6 ആണ്. അപ്പൊ ഞാൻ ദേ വീണ്ടും ചെയ്യാണ്. 3/5 പുറത്ത് കിടക്കുന്നുണ്ട്. ഈ -4 -1 മൈനസും മൈനസും കൂടി വരുന്ന കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? കൂട്ടിയിട്ട് മൈനസ് ഇടുക. അതായത് -4 -1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 4ഉം 1ഉം കൂടി കൂട്ടിയിട്ട് എന്താണോ കിട്ടുന്ന ഉത്തരം അതിന് മൈനസ് ഇടുക. 4ഉം 1ഉം കൂടി കൂട്ടി എത്ര വരുന്നത്? 5. അതിന് മൈനസ് ഇട്ട് കൊടുക്കുക. -5/6 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടി. +5/2 പുറത്ത് കിടക്കുന്നുണ്ട് ഓൾറെഡി. ഇനി ഇവരെ രണ്ടുപേരെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തോളൂ. 3 × -5 എന്ന് പറഞ്ഞാൽ -15. 5 × 6 എന്ന് പറഞ്ഞാൽ 30 +5/2. അപ്പൊ നോക്കിയേ, സിമ്പിൾ ആയിട്ടുള്ള അഡീഷൻ ആയില്ലേ? അഗെയിൻ ഇവിടെ 30ഉം ഇവിടെ 2ഉം പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? 30ന്റെയും 2ന്റെയും LCM എടുക്കണം. 30ഉം 2ഉം LCM എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 30 × 1 എന്ന് പറഞ്ഞാൽ 30 എന്ന് വരുന്നുണ്ട്. 2നെ 15 കൊണ്ട് ഗുണിച്ചാലും 30 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 30 ആണ് അവിടുത്തെ LCM എന്ന് പറയുന്നത് കിട്ടുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ 30 എന്ന് പറയുന്ന സംഖ്യയാണ്. ഇവിടെ ഓൾറെഡി 30 ആണ്. 2നെ 30 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 15 × 2 ആണ് 30. അപ്പൊ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടിയേ? -15/30 ഒരു മാറ്റവും ഇല്ല. 5 × 15 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 75 എന്നാണ്. താഴെ എന്തായി? 30 ആയി. ഇനി നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്യാം. -15 +75 ഡിവൈഡഡ് ബൈ 30 എന്ന് പറഞ്ഞാൽ 75 ആണ് വലിയ ആള്, -15 എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും തമ്മിൽ ആഡ് ചെയ്താൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ എഴുതാം. ഇതിനെ 75 - 15/30 എന്ന് എഴുതാം. അപ്പൊ എന്തായി? 60/30 എന്ന് ഉത്തരം കിട്ടി. 60/30 എന്ന് പറഞ്ഞാൽ 6/3 2 തവണ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പ്രശ്നവുമില്ല, ആരും പേടിക്കണ്ട. അയ്യോ എനിക്ക് മനസ്സിലാവണില്ല, ആരും പേടിക്കണ്ട. നിങ്ങൾ ഇത്രയും വലിയ കണക്കുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ ഇത്ര വലിയ കണക്കുകൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോ അയ്യോ എങ്ങനെയാ ചെയ്യുക, അയ്യോ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പേടി വരും. ആരും പേടിക്കണ്ട. ഞാനിപ്പോ ചെയ്ത മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇരുന്നിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോ ഇത് കേൾക്കുകയല്ലേ. മാത്സ് നമുക്ക് കേട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ? അല്ല. മാത്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കേട്ടിട്ടോ വായിച്ചിട്ടോ പഠിക്കാൻ പറ്റില്ല, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നോട്ട് ഇടാം. ആരും പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന്, ഞാൻ ആൻസറും കൂടി ഇടാം കേട്ടോ, ആൻസറും കൂടി അതിന്റെ കൂടെ ഇടാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളിപ്പോ ഒന്ന് 2 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റും, ഒരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ വീണ്ടും തെറ്റും. അപ്പൊ പിന്നെ പതുക്കെ അങ്ങനെ പഠിച്ചു വരണം. മനസ്സിലായല്ലോ? അപ്പൊ അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഇത് പഠിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ലാതെ കണ്ടോ വായിച്ചോ പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് ഇതിലിപ്പോ ക്ലിയർ ആകുന്നില്ല എന്ന് പറയണ എല്ലാവരും നോക്കട്ടെ ഞാന്, പുതിയ ആൾക്കാരാണ്. അപ്പൊ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കുറച്ച് ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടല്ലോ. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതാ കുറെ പേർക്കൊക്കെ ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേർക്കൊക്കെ ക്ലിയർ ആവാത്തതുണ്ട്.
അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് 2 വട്ടം പറഞ്ഞു. ഇനിയും നമ്മളിത് പറയാൻ നിന്നാൽ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിയും. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഭാഗം ഇത് വിടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം അധികം ഇല്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന രണ്ടിലും വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. സാധാരണ രണ്ടിലും ഒരുപോലെ ഉണ്ട്. 3/5 രണ്ടിലും ഒരുപോലെ ഉണ്ടല്ലോ. അത് രണ്ടിലും ഒരുപോലെയുള്ള ആളായതുകൊണ്ടാണ് കോമൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പിടിച്ച് പുറത്ത് നിർത്തിയത്. അപ്പൊ ആ കോമൺ ആയിട്ടുള്ള ആളെ നമ്മൾ പുറത്തേക്ക് നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പൊ ഇതിപ്പോ നമുക്ക് NMMS എക്സാമിനൊക്കെ വരുമ്പോ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് 2/3 3/5 എന്താ അങ്ങനെയല്ല ചോദിക്കുക. ഓക്കെ. കുറച്ച് വേറെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്തു? ഒരെണ്ണം ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ കുറെ പേർക്കൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ആവാത്തവര് ഒന്നും കൂടി ട്രൈ ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. വിപരീത ഗുണന വിപരീതം അല്ലെ. മറ്റേത് സങ്കലന വിപരീതമായിരുന്നു. ഇത് ഗുണനത്തിൽ വരുന്ന വിപരീതം. അതിന്റെ മലയാളമൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുണന വിപരീതമാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഗുണന വിപരീതം. അതായത് നമുക്ക് അപ്പോഴും എന്ത് കിട്ടണം? വിപരീതം എന്ന് പറയുന്ന സാധനം വരുമ്പോൾ ഒന്നാണ് കിട്ടേണ്ടത്. നിങ്ങൾ മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേറെ സ്റ്റെപ്പ് വഴി ചെയ്യാം. അത് ഞാനിപ്പോ ഓൾറെഡി ഫസ്റ്റത്തെ ഭാഗത്ത് ഒരു സ്റ്റെപ്പ് പറഞ്ഞു. രണ്ടാമത് ഞാൻ വേറെ സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇതല്ലല്ലോ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടിലും ഒരേ സ്റ്റെപ്പ് വെച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. വേറെ രീതിയിലും ചെയ്യാം. വേറെ രീതിയിൽ നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് രണ്ടെന്നുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേറെ രീതിയാണ് കംഫർട്ട് എങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മുടെ അടുത്ത ഭാഗം. ഗുണന വിപരീതം. വേറെ ഒന്നുമില്ല. അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. അതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകൾ തമ്മിൽ ഒരു റാഷണൽ നമ്പറിന്റെ കൂടെ ഒരു ഭിന്നസംഖ്യയുടെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാൽ 1 കിട്ടും. അതാണ് ചോദ്യം. ഒരു സംഖ്യയുടെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാലാണ് 1 കിട്ടുന്നത്? അതാണ് എന്ത്? ഗുണന വിപരീതം. മറ്റേത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇത് ഗുണിക്കുമ്പോഴാണ് കിട്ടേണ്ടത്. അതാണ് ഗുണന വിപരീതം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അതാണ് ഗുണന വിപരീതം. ഒരു സംഖ്യയുടെ കൂടെ വേറൊരു സംഖ്യ ഏത് സംഖ്യ ഗുണിച്ചാലാണ് 1 കിട്ടുന്നത്? ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഒരു സംഖ്യ 2/3. അതിന്റെ കൂടെ ഞാൻ ഏത് സംഖ്യ ഗുണിച്ചാലാണ് എനിക്ക് 1 കിട്ടുക? ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു സംഖ്യ 2/3. അതിന്റെ കൂടെ വേറൊരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ 1 എന്ന് ഉത്തരം കിട്ടണം. അതാണ് ഗുണന വിപരീതം. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഞാൻ കാണിച്ചു തരാം. 2/3. ഇതിന്റെ കൂടെ ഞാൻ ഒരു സംഖ്യ ഗുണിക്കുകയാണ് ചെയ്യണം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ. ഉത്തരം എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. ഉത്തരം എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. നേരത്തെ എന്താ കിട്ടിയിരുന്നത്? 0 ആണ് കിട്ടേണ്ടിയിരുന്നത്. അഡിറ്റീവ് ഇൻവേഴ്സിൽ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് 0 ആണ്. ഇവിടെ കിട്ടേണ്ട ഉത്തരം 1 എന്ന് പറയുന്ന ഉത്തരം കിട്ടണമെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ എന്ത് ഗുണിക്കണം? എന്താണോ ഗുണിക്കേണ്ടത് അതാണ് ഗുണന വിപരീതം. നോക്കിയേ. ഇതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ എടുത്തു, അല്ലെങ്കിൽ വിപരീതം എടുത്തു എന്ന് വിചാരിക്കുക. ഭിന്നത്തിന്റെ വിപരീതം എടുത്തു. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 3/2 ആണ് അല്ലെ. വിപരീതം എടുത്തു. വിപരീതം എടുത്തപ്പോ എന്നിട്ട് ഗുണിച്ചു നോക്കിയേ. 2 × 3 6. 3 × 2 6. ഉത്തരം 1 വന്നില്ലേ? മനസ്സിലായോ? മുകളിലത്തെ ആൾക്കാരെയും താഴത്തെ ആൾക്കാരെയും തമ്മിലാണ് നമ്മൾ ഗുണിക്കുക. അപ്പൊ ഗുണിച്ചപ്പോ എനിക്ക് 6/6 എന്ന് കിട്ടി. 6/6 എത്രയാ? 6ൽ എത്ര 6 ഉണ്ട്? ഒരു പ്രാവശ്യം. അപ്പൊ 1 ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സംഖ്യയുടെ കൂടെ, ഒരു റാഷണൽ സംഖ്യ, ഒരു ഭിന്ന സംഖ്യയുടെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാലാണോ 1 എന്ന് ഉത്തരം കിട്ടുന്നത്, ആ ഗുണിക്കുന്ന ഈ സംഖ്യയാണ് ഗുണന വിപരീതം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ
എപ്പോഴും നേരത്തെ നമ്മൾ അതിന്റെ സൈൻ ആണ് ചേഞ്ച് ചെയ്തിരുന്നത്. 2/3 എന്നുള്ളത് -2/3 ആയി. ഇവിടെ 2/3 എന്നുള്ളത് എന്തായി മാറും? 3/2. റെസിപ്രോക്കൽ എടുത്തു, തിരിച്ചിട്ടു. ഓക്കെ, തിരിച്ചിട്ട് നോക്കി. എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഉത്തരം വരിക എന്നുള്ളത്. അങ്ങനെ തിരിച്ചിട്ടിട്ട് വരുന്നതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഇപ്പൊ അത്യാവശ്യം സമയമായി, 7:25 ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇന്ന് എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിസിക്സ് ആയിരിക്കും. സോ നിങ്ങൾക്ക് 2 ആഴ്ച സമയമുണ്ട്. 2 ആഴ്ച മുന്നുള്ള കാര്യമായിട്ടാണ് നിങ്ങൾക്ക് സമയമില്ല, നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 2 ആഴ്ച സമയമുണ്ട്. എന്തായാലും വീഡിയോ ഈ 2-3 ദിവസത്തിനുള്ളിൽ വീഡിയോ വരും. അത് നോക്കണം. അപ്പൊ ഈ മനസ്സിലാവാത്ത ആൾക്കാര് ക്ലാസ് കണ്ട് മനസ്സിലാക്കി വരിക. അടുത്ത ദിവസം ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ക്ലാസ് എടുക്കുള്ളൂ കേട്ടോ. ചോദ്യം ചോദിച്ചിട്ടേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. വർക്ക്ഷീറ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആവാത്തവര് എന്താണ് വീഡിയോ എടുത്ത് കണ്ട് പഠിക്കുക. ഓക്കെ, സോ ബൈ.